മസാല ദോശ ഒരു വികാരമാണ്. മൈസൂർ പാലസിലെ സ്പെഷ്യൽ മസാല ദോശയായാലോ? പാൻ ചൂടായ കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും മുളകും ഉഴുന്നോരിപ്പും ഇട്ട് കടുവറുത്തെടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാളയും എരിവിനനുസരിച്ച് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉള്ളി വഴണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കിഴങ്ങിലെ മസാല എല്ലാം പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പൊ വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ, ഓപ്ഷണലാണ്. വെള്ളം പറ്റി കഴിഞ്ഞാൽ മസാല റെഡിയായി. മസാല ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കണ്ടേ? ജാറിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും 2-3 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും 2 ടീസ്പൂൺ കടലപ്പരിപ്പും ലേശം പുളിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. ചട്നി ഒന്ന് ചൂടാക്കി പച്ചമണം മാറണം. ഇനി എന്താ, ദോശക്കല്ല് എടുക്കുക, മാവ് ഒഴിക്കുക, നന്നായിട്ട് ചുറ്റിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ചട്നി നന്നായി പുരട്ടി കൊടുക്കുക. വെള്ളമായി കുറച്ച് നെയ്യും കൂടെ തൂകി ഒന്ന് മുരിച്ചെടുക്കുക. അതിന്റെ മുകളിൽ മസാല വെച്ച് മടക്കി എടുത്താൽ നമ്മുടെ മസാല ദോശ റെഡിയായി. വെറും മസാല ദോശയല്ല, മൈസൂർ മസാല ദോശ റെഡിയായി. അപ്പൊ വേഗം ചൂടോടെ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം.